Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. എല്ലാവർക്കും good afternoon കേട്ടോ. Good afternoon, Miss. Good afternoon. Okay. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വായിച്ച് പഠിച്ചു കഴിഞ്ഞോ? വായിച്ചൊക്കെ നോക്കിയോ? പഠിച്ചൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ? ഏതാണ്? കേരളത്തിന്റെ ഭൂപ്രകൃതി. ഭൂപ്രകൃതി അല്ലെ? മലനാട്, ഇടനാട്, തീരപ്രദേശം അല്ലെ? ഓക്കെ. ഞാനത് ക്ലാസ് കഴിയുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ആൻസർ തരാം കേട്ടോ, ചെയ്യാനായിട്ട്. അത് മതിയല്ലോ? ഒരു 10 ക്വസ്റ്റ്യൻ. അത് മതി മിസ്സേ, അതാണ് നല്ലത്. അതാണ് നല്ലത്. ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് എടുക്കാൻ പോകുന്നത് കേരളത്തിന്റെ കാലാവസ്ഥയാണ് കേട്ടോ. ടോപ്പിക് കേരളം കാലാവസ്ഥ. ഓക്കെ. കേരളത്തിന് പ്രധാനമായും എത്ര തരം കാലാവസ്ഥയാണുള്ളത്? മൂന്നാണോ ഷിജിൻ വർഗീസ്? കേരളത്തിന്റെ കാലാവസ്ഥ 5 5 4 കേട്ടോ. കേരളത്തിന് പ്രധാനമായിട്ടും 4 തരം കാലാവസ്ഥയാണുള്ളത്. ഏതൊക്കെയാണത് ഒന്ന് പറയാമോ? വർഷകാലം, തുലാവർഷം, ശൈത്യകാലം, വേനൽക്കാലം. വേനൽക്കാലം. ഇതാണോ? ഇങ്ങനെയാണോ പറയുന്നത് കറക്റ്റ് ആയിട്ട്? വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം. അതാണോ? അത് കേരളത്തിനുണ്ടോ? ഇല്ല, അത് ഇന്ത്യയിലെ കാലാവസ്ഥയാണ് കേട്ടോ. ഗ്രീഷ്മം, വസന്തം, ഹേമന്തം, ശിശിരം ഒക്കെ എന്താണ്? ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കാലാവസ്ഥയാണ്. കേരളത്തിന് പ്രധാനമായിട്ടും 4 തരം കാലാവസ്ഥയാണുള്ളത്. അതിനകത്തൊന്ന് ശൈത്യകാലമാണ്. ശൈത്യകാലം അല്ലെ? ഏത് മാസങ്ങളിലായിരിക്കും ശൈത്യകാലം ഉണ്ടാവുക? ഡിസംബർ ടു ഫെബ്രുവരി. നമുക്കറിയാല്ലേ, നമുക്ക് കൂടുതലും തണുപ്പൊക്കെ അനുഭവപ്പെടുന്ന ആ ഒരു സമയത്തെയാണ് എന്ത് പറയുന്നത്? ശൈത്യകാലം എന്ന് പറയുന്നത്. അത് ഇവിടെ അനുഭവപ്പെടുന്നത് ഡിസംബർ തുടങ്ങി ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് നമുക്ക് തണുപ്പ് അനുഭവപ്പെടുക അല്ലെ? അപ്പൊ ഒന്ന് ശൈത്യകാലം കേട്ടോ. ഒന്നാമത്തെ കാലാവസ്ഥയുടെ ഒരു പേരാണ് ശൈത്യകാലം എന്ന് പറയുന്നത്. ഡിസംബർ തുടങ്ങി ഫെബ്രുവരി വരെ. പിടികിട്ടിയോ? ഓക്കെ. ഇനി രണ്ടാമത്തെ കാലാവസ്ഥയിലോട്ട് നമുക്ക് പോകാം. അതെന്തായിരിക്കും അപ്പൊ? ശൈത്യകാലം കഴിഞ്ഞ് തൊട്ടടുത്ത് കിടക്കുന്ന വേനൽക്കാലം. വേനൽക്കാലം അല്ലെ? ഓക്കെ. നമ്മളത് കഴിഞ്ഞു വന്നവരാണ് അല്ലെ? അതികഠിനമായിട്ടുള്ള ചൂടായിരുന്നല്ലേ ഇപ്രാവശ്യം അല്ലെ? അത് ഏത് മാസങ്ങളിൽ അനുഭവപ്പെടുക? മാർച്ച് ടു മെയ്. മാർച്ച് ടു മെയ് ആണ് വേനൽക്കാലം അനുഭവപ്പെടുക കേട്ടോ. അപ്പോ ശൈത്യകാലം ഞാൻ പറഞ്ഞു ഡിസംബർ തുടങ്ങി ഫെബ്രുവരി വരെ. ഇനി വേനൽക്കാലത്തിലൊക്കെ പോകുമ്പോൾ എപ്പോഴാണ്? മാർച്ച് തുടങ്ങി മെയ് വരെയാണ് വേനൽക്കാലം നമുക്ക് അനുഭവപ്പെടുക കേരളത്തിലെ കാലാവസ്ഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് മെയ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായിരിക്കും ഉണ്ടാവുക? അടുത്തത് ഇവിടെ വരിക വർഷകാലം. മഴക്കാലം. ജൂണൊക്കെ ആകുമ്പോ നല്ല മഴയായിരിക്കും. സിദ്ധാർത്ഥ എന്താ പറയാ അതിന്? അപ്പൊ അതിനൊരു പേര് പറയുമല്ലോ നമ്മള്. പടിഞ്ഞാറൻ മൺസൂൺ. കറക്റ്റ് ആണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നാണ് എന്തറിയപ്പെടുക? നമ്മളിവിടുത്തെ മഴക്കാലം അറിയപ്പെടുക അല്ലെ? ഓക്കെ. എപ്പൊ തുടങ്ങിയത്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ജൂൺ തുടങ്ങി സെപ്റ്റംബർ വരെ. നമ്മളിപ്പോൾ ഒരു ക്രമത്തിലാ പഠിച്ചു പോകുന്നത് കേട്ടോ. ഡിസംബർ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ നിൽക്കുന്നത് ജൂൺ തുടങ്ങി സെപ്റ്റംബർ വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് അല്ലെ? അപ്പോ മഴക്കാലം, ഇവിടുത്തെ ആ ഒരു കാലാവസ്ഥ അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് അറിയപ്പെടുക അല്ലെ? ഓക്കെ. എങ്ങനെയാ പറയാ? വേറൊരു പേര് കാലവർഷം എന്ന് പറയില്ലേ?
പറയും. പറയും. കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്നൊക്കെ പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനാണ്. ഞാൻ അന്നൊരു കോഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർമ്മയുണ്ട്. കാലം തെക്കോട്ടെടുത്ത് പറഞ്ഞല്ലേ? കാലം തെക്കോട്ട് എടുക്കുന്നത് അല്ലെ? കാലനാണ് നമ്മൾ തെക്കോട്ട് എടുക്കുന്നത് അല്ലെ? അപ്പൊ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവർഷം. ഓക്കെ. ഇനി അടുത്തത് എന്തായിരിക്കും അപ്പൊ ഈ ഒരു കാലവർഷം കഴിഞ്ഞാല്? വടക്ക് കിഴക്കൻ വടക്ക് കിഴക്കൻ മൺസൂൺ തുലാവർഷം. വടക്ക് തുലാവർഷം. ഓക്കെ, തുലാവർഷം എന്ന് പറയും അല്ലെ? അത് ഏതൊക്കെ മാസങ്ങളിലാണ് ഉണ്ടാവുക? ഒക്ടോബർ, നവംബർ. ഒക്ടോബർ തുടങ്ങി നവംബർ വരെ. അപ്പൊ ഇപ്പൊ നമ്മള് 4 ടൈപ്പ് കാലാവസ്ഥ പഠിച്ചു. ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഞാൻ പറയുന്ന ആള് പറഞ്ഞാൽ മതി കേട്ടോ. കൃഷ്ണ സുരേഷ് എന്ന് പറഞ്ഞേ, ആദ്യത്തെ എന്തായിരുന്നു? ആദ്യത്തെ ശൈത്യകാലം ആ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. രണ്ടാമത്തേത് വേനൽക്കാലം ആ മാർച്ച് മുതൽ മെയ് വരെ. ആ രണ്ടാമത്തത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്ന് പറയും. അത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ആ 4 വടക്ക് കിഴക്കൻ മൺസൂൺ തുലാവർഷം ഒക്ടോബർ മുതൽ നവംബർ വരെ. ഓക്കെ, ഇപ്പൊ നമ്മള് കണ്ടോ നവംബറിലാണ് എത്തി നിൽക്കുന്നത്. നമ്മൾ ഡിസംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്, നവംബറിൽ എത്തി നിൽക്കുന്നു. നോക്കിയേ, ഒരു വർഷം മുഴുവനും അവിടെ കംപ്ലീറ്റ് ആയല്ലേ? അപ്പൊ കേരളത്തിൽ ഒരു വർഷം കംപ്ലീറ്റ് ആവുന്നത് ഈ 4 കാലാവസ്ഥ കടന്നു പോകുന്നതിലൂടെയാണ് കേട്ടോ. ഓക്കെ, ഇനി ഇത് 4ഉം ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. ക്ലിയർ ആയല്ലേ? ഓക്കെ. ഇനി കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാ? ഏതായിരിക്കും കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല? ഉഷ്ണമേഖല. ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല കേട്ടോ. ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. ഓക്കെ, അന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ, ആർക്കെങ്കിലും അറിയുന്നില്ലെങ്കില്. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖലയാണ് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. ഓക്കെ. ഓക്കെ, ഇനി കേരളത്തില് ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് 1 വേർഡ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻസർ അറിയാവുന്നെങ്കിൽ എന്നോടൊപ്പം തന്നെ പറഞ്ഞു പോവാ കേട്ടോ. ഓക്കെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം കേട്ടോ, പ്രദേശമാണ് കേട്ടോ ചോദിക്കുന്നത്. നേര്യമംഗലം. നേര്യമംഗലം അല്ലെ? ഏത് ജില്ലയാണ്? എറണാകുളം. എറണാകുളം ജില്ല അല്ലെ? ഓക്കെ, അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്, മഴ ലഭിക്കുന്നത് നേര്യമംഗലം എന്ന് പറയുന്ന പ്രദേശത്താണ്. ആ പ്രദേശം എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പ്രദേശം കോട്ടയം പഠിച്ചില്ല ടീച്ചറെ? കോട്ടയം ജില്ലയിലും മഴയല്ലേ? എന്താ? കോട്ടയം ജില്ലയിലും കോട്ടയം ജില്ലയില് മഴ ലഭിക്കത്തില്ലേ? ക്ലിയർ ആവുന്നില്ല കേട്ടോ, ടൈപ്പ് ചെയ്യൂട്ടോ സുധാർത്ഥൻ. ഓക്കെ. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം? ചിന്നാറ്. ചിന്നാർ. ചിന്നാർ അല്ലേ? ചിന്നാർ മലനിഴൽ പ്രദേശം. മഴനിഴൽ പ്രദേശം. ഇടുക്കി. ഇടുക്കിയാണ് മഴനിഴൽ പ്രദേശമാണ് അല്ലെ ചിന്നാർ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കുറവ് ചിന്നാറിലാണ്. ഏറ്റവും കൂടുതലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു? നേര്യമംഗലം, എറണാകുളം. ഏറ്റവും കുറവ് ചിന്നാർ, ഇടുക്കി. ഇനി പ്രദേശം കഴിഞ്ഞ് ഇനി നമ്മൾ വരുന്നത് ജില്ലയിലേക്കാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല? കോഴിക്കോട്. കോഴിക്കോട്. ഓക്കെ, കോഴിക്കോടാണ്. അപ്പൊ കുറവ് മഴ ലഭിക്കുന്ന ജില്ലയോ? തിരുവനന്തപുരം. തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടും ഏറ്റവും കുറവ് തിരുവനന്തപുരമാണ്. അപ്പൊ പ്രദേശങ്ങൾ നമ്മൾ 2 പഠിച്ചു, ജില്ലകള് 2 പഠിച്ചു. ഓക്കെ, അപ്പോ നേര്യമംഗലത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ക്വസ്റ്റ്യനിലോട്ട് വരുവാട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ പറ, ഉത്തരം ഞാൻ പറയാം. നേര്യമംഗലം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. മഴ ലഭിക്കുന്ന പ്രദേശം. ഓക്കെ. കോഴിക്കോട് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല. ഓക്കെ. ഇനി തിരുവനന്തപുരം ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല. ഓക്കെ. ചിന്നാറ്
ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം. ആ ഓക്കെ 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 പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് വൺ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എഴുതി പോകുന്നുണ്ടോ നിങ്ങള്? ഉണ്ട് മിസ്സേ. ഉണ്ട്. ഓക്കെ ഇനി അടുത്തത് കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാ? 300 സെന്റിമീറ്റർ. 300 സെന്റിമീറ്റർ. സെന്റിമീറ്റർ ആണ് കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം. ഓക്കെ ഇനി മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം? കേരളം. 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 മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. ഇനി ഏത് ഭാഷയിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചത്? അറബി. അറബി ഭാഷ. അറബ്. ഓക്കെ ഓക്കെ അറബ്. അറബ് ഭാഷയിൽ നിന്നാണ്, അറബി ഭാഷയിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം? ജൂലൈ. ജൂലൈ മാസമാണ് അല്ലെ? ജൂലൈയിലാണ്. അപ്പൊ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഒന്നും പെയ്യുന്നില്ലല്ലോ, മഴ കാര്യമായിട്ടൊന്നും പെയ്യുന്നില്ല. കുറച്ച് കഴിയുമ്പോ എന്താണ് പെയ്യാനായിട്ട് തുടങ്ങും അല്ലെ? ഇനി ഭയങ്കരമായിട്ട് മഴ ഉണ്ടാവുന്ന മാസം എന്ന് പറയുന്നത് ജൂലൈ മാസമാണ്. ഓക്കെ ഇനി ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ഏതായിരുന്നു? ജനുവരി. ജനുവരിയിലാണ് അല്ലെ? ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ജനുവരിയിലാണ്. കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ് കേട്ടോ. ലക്കിടി, വയനാട്. ഓക്കെ ഇനി നമ്മളിപ്പോ മൺസൂണിന്റെ കാര്യമുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മൺസൂൺ കാറ്റിന്റെ ഗതിയും വേഗതയും കണ്ടെത്തിയത് ആരാ? ഒരു സഞ്ചാരിയാ. ഹിപ്പ് പാലസ് കേട്ടോ. ഓക്കെ അതുപോലെ തന്നെ കേരളത്തിന്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതില് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ചുരമുണ്ട്. അതേതാ? പാലക്കാട്. പാലക്കാട് ചുരം. ഓക്കെ അപ്പോ കേരളത്തിലെ ശരാശരി വാർഷികപാതം എത്രയായിരുന്നു പറഞ്ഞിരുന്നേ? 300 സെന്റിമീറ്റർ. 300 സെന്റിമീറ്റർ. കേരളത്തിന് എന്ത് പേരിലാണ് വിശേഷിപ്പിക്കുന്നത്? എന്തിന്റെ കവാടമായിട്ടാ? മൺസൂണിന്റെ കവാടം. മൺസൂണിന്റെ കവാടം അല്ലെ? ഏത് വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്? അറബി. ഓക്കെ ജൂലൈ മാസത്തിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം അല്ലെ? ഓക്കെ ഇനി ജനുവരി മാസമാണെങ്കിലോ? ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം. കുറവ് മഴ ലഭിക്കുന്നത് അല്ലെ? ലക്കിടിയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാ? കേരളത്തിന്റെ ചിറാപ്പുഞ്ചി. കേരളത്തിന്റെ ചിറാപ്പുഞ്ചിയാണ് അല്ലെ? ഓക്കെ ഇനി പാലക്കാട് ചുരത്തിന്റെ പ്രത്യേകത എന്താ? കേരളത്തിലെ സ്വാധീനം എന്താ അതിന്റെ? മൺസൂണിന്റെ വരവിനെ കേരളത്തിലെ കാലാവസ്ഥയെ നിയന്ത്രിക്കും. നിർണ്ണയിക്കുന്നതിൽ ഈ ഒരു പാലക്കാട് ചുരമാണ് കേട്ടോ. ഓക്കെ അന്ന് ഓർത്തിരിക്കുക, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ, പാലക്കാട് ചുരം. ഓക്കെ ഇപ്പൊ നമ്മൾ നേരത്തെ ശൈത്യകാലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശൈത്യകാലം അഥവാ വിന്റർ സീസൺ ഏതായിരുന്നു മാസം പറഞ്ഞിരുന്നത്? ശൈത്യകാലത്തിന്റെ ഡിസംബർ ഫെബ്രുവരി. ഡിസംബർ തുടങ്ങി ഫെബ്രുവരി വരെ അല്ലെ? ഓക്കെ ഇനി വേനൽക്കാലമാണെങ്കിലോ? സമ്മർ സീസൺ ഏതായിരുന്നു മാസം? ഓക്കെ മാർച്ച് തുടങ്ങി മെയ് വരെ അല്ലേ? ഓക്കെ വേനൽക്കാലത്ത് നമുക്കൊരു മഴ ഉണ്ടാവുമല്ലോ, ആ മഴയുടെ പേരെന്താ? മാംഗോ ഷവർ. ഷവർ അല്ലേ? എന്താ അങ്ങനെ അറിയപ്പെടാൻ കാരണം എന്താ മാംഗോ ഷവർ എന്ന്? മാങ്ങകൾ പഴുത്ത് പാകമാകാൻ വേണ്ടിയിട്ടുള്ള. ശരിയാണ് അല്ലെ? മാങ്ങ പഴുത്തല്ലേ ആ ഒരു എന്താ പറയാ പാകമാകാനായിട്ട് സഹായിക്കുന്നതാണ് എന്ത്? മാംഗോ ഷവർ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ ഇനി കേരളത്തില് മഴ തീരെ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ മാസങ്ങളില് മഴ ഉണ്ടാവും, ചെറുതായിട്ട് ഉണ്ടാകും. അപ്പൊ അതിനൊരു അളവുണ്ട്. എത്രയാണ് ഈ ഒരു വേനൽക്കാലത്ത് കേരളത്തിൽ അനുഭവപ്പെടുന്ന ശരാശരി മഴയുടെ അളവ്? എത്രയാ അറിയാമോ? കേരളത്തിന്റെ ശരാശരി വാർഷിക പാത എത്രയാ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 100 സെന്റിമീറ്റർ.
300 സെന്റിമീറ്റർ അല്ലെ ശരാശരി ആവറേജ് അതാണ്. ഇനി വേനൽക്കാലത്ത് 50 ആണോ? അല്ല 40 സെന്റിമീറ്റർ കേട്ടാ. 40 സെന്റിമീറ്റർ ആണ് വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന മഴയുടെ തോത് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഈ സമ്മർ സീസൺ ആവുമ്പോ ഭയങ്കര ചൂടുണ്ടാവുമല്ലോ. എവിടെയാ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് കേരളത്തില്? പുനലൂര്, കൊല്ലം. പുനലൂർ, കൊല്ലം. പിന്നെ ജില്ല പാലക്കാട്. ജില്ല പാലക്കാട്. അല്ലേ? പാലക്കാടിലെ ചിറ്റൂരൊക്കെ എന്താണ് ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുന്നതാണ് അല്ലെ. ഭയങ്കര ചൂടായിരുന്നു ഇപ്രാവശ്യം പാലക്കാടൊക്കെ അല്ലെ. അപ്പൊ പാലക്കാട് ഉണ്ട്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ പുനലൂര്, ഈ 2 സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക, ചൂട് അനുഭവപ്പെടുന്നത് കേട്ടോ. കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ ജില്ല ഏതാ? പാലക്കാട്. പാലക്കാടാണ് ഏറ്റവും ചൂട് കൂടിയ ജില്ല. ഇനി ഇതിനോടനുബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാ? അറിയാമോ? കേരളത്തില് ആദ്യമായിട്ട് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് അറിയില്ല. അറിയില്ല അല്ലെ. തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരത്താണ്. ഓക്കെ, ഈ മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ആരാ കൊടുക്കുന്നേ? പ്രളയം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്ത നിവാരണ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആണെന്ന് കൊടുക്കുന്നേ, മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാ? തിരുവനന്തപുരമാണ് സംസ്ഥാനം വരുന്നത് കേട്ടോ. ദുരന്ത നിവാരണ അതോറിറ്റി. ഓക്കെ, അതൊക്കെ പഠിക്കുന്നില്ലേ നിങ്ങള്? ദുരന്ത നിവാരണം, അതുപോലെ തന്നെ എന്തൊക്കെയാ പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ലോസ് ഉണ്ട്, അതൊക്കെ പഠിക്കുന്നില്ലേ? ആക്ടുകള് പഠിക്കണം കേട്ടോ. അതിനൊക്കെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ഏതൊക്കെ? വളരെ കുറച്ചുള്ളൂ. ജോഗ്രഫി പോലെ പാരാവാരമൊന്നും ഇല്ല പഠിക്കാനായിട്ട്. വളരെ കുറച്ച് സിലബസ് ഉള്ളൂ. നല്ല എന്താ പറയാ, അത്യാവശ്യം മാർക്കും ഉണ്ട് അതിന്. അതൊന്നും വിടരുത് കേട്ടോ. അതിൽ നിന്നൊക്കെ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം? പറയാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഭരണരംഗത്തിൽ വരുന്നുണ്ട്. ഭരണരംഗം അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആക്ടുകള്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, ഇതൊക്കെ എന്താണ്? അതൊക്കെ ആദ്യം ഒന്ന് കവർ ചെയ്ത് പോവാ. അത് കഴിഞ്ഞിട്ട് പാരാവാരം പോലുള്ള സബ്ജക്ട് പഠിച്ചാൽ മതി. പഠിക്കേണ്ടതല്ല പറയുന്നത്, എന്റെ സബ്ജക്റ്റ് ആണത്, പഠിക്കണം. പക്ഷെ പരീക്ഷ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? വളരെ കുറച്ചുള്ള ഏരിയകൾ എന്ത് ചെയ്യണം? വളരെ കുറച്ചുള്ള ഏരിയ ആയിരിക്കണം. അതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം കേട്ടോ. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകുന്നവരാണോ? പഠിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഈ ഏരിയക്ക് എന്താണ് ആദ്യമേ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ കേരളത്തിലെ എഴുതിയോ നിങ്ങള്? കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നേരത്തെ പറഞ്ഞതായിരുന്നു തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഓക്കെ, അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ. നമ്മൾ പറഞ്ഞു കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് ടൈമിലാണ്? ഈ കാലവർഷം അല്ലെ. തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ ആ ഒരു പീരീഡിലാണ് എന്ത് നമുക്ക് ലഭിക്കുന്നത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു കാലയളവില് നമുക്ക് ലഭിക്കുന്ന മഴയുടെ തോത് എത്രയാ? ശരാശരി മഴ എത്രയാ?
100 സെന്റിമീറ്റർ. സെന്റിമീറ്റർ. 200 അല്ലെ. ഇപ്പൊ കേരളത്തിന്റെ ശരാശരി വാർഷികപാതം 300 അതിനകത്ത് 200 നമുക്ക് ലഭിക്കുന്നത് ഏത് സമയത്താണ്? ഈ വരാൻ പോകുന്ന ടൈമിലാണ് അല്ലെ. അതായത് ഈ വരുന്ന ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് തരുന്നത്? കേരളത്തിന് മഴ തരുന്നത് അല്ലെ. ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂൺ ഏതായിരുന്നു ഞാൻ മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഒക്ടോബർ നവംബർ നവംബർ. ഒക്ടോബർ മുതൽ നവംബർ വരെ അല്ലെ. എന്താ പ്രത്യേകത? ഇടിയോട് കൂടിയ വൈകുന്നേരങ്ങളിൽ ഇടിയോട് കൂടിയ മഴ. ആ ഇടിമിന്നലോട് കൂടിയ ശക്തിയായ മഴയാണ് വടക്കു കിഴക്കൻ മൺസൂണിന്റെ പ്രത്യേകത. ഓക്കെ, അതായത് ഭയങ്കരമായിട്ട് എന്തുണ്ടാകും? വൈകുന്നേരങ്ങളില് ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാവും. അതാണ് എന്ത്? ഈ ഒരു വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം എന്നറിയപ്പെടുന്നത്. ഇനി ഈ കാലയളവില് കേരളത്തിന് ലഭിക്കുന്ന മഴ എത്രയായിരിക്കും? 50 സെന്റിമീറ്റർ. 50 സെന്റിമീറ്റർ കേട്ടോ. 50 സെന്റിമീറ്റർ ആണ് ഈ ഒരു കാലയളവില് ലഭിക്കുക. ഒക്ടോബർ ചൂടെന്നറിയപ്പെടുന്നത് ഏതിനെയാ? വടക്കു കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷത്തെയാണ് എന്ത് പറയുന്നേ? ഒക്ടോബർ ചൂട് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതി എടുത്തോളൂ കേട്ടോ. കേരളത്തിലെ മൺസൂണിനെ കുറിച്ച് താഴെയുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. അതിനകത്ത് ഒന്നാമത്തെ പ്രസ്താവനയാണ് പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ മൺസൂണിന്റെ കവാടം എന്നാണ് കേരളത്തിന്റെ പേര്. ഇന്ത്യയിലെ മൺസൂണിന്റെ കവാടം എന്നാണ് കേരളത്തിന്റെ പേര്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ പറയുന്നത്. പാലക്കാട് വിടവ് മഴയുടെ സ്പെഷ്യൽ പാറ്റേൺ വിതരണത്തെ സ്വാധീനിക്കുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, തുലാവർഷം കേരളത്തിലെ പ്രധാന മഴക്കാലമാണ്. ഓക്കെ, ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്സ്.
നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? നൽകിയിരിക്കുന്ന 1, 2. 1, 2, 3 എഴുതിയേ? ആ, ഓക്കെ. ഏതാണ് ശരി ഇതിനകത്ത്? 1 ഉം 2 ഉം. 1 ഉം 2 ഉം അല്ലേ? ഓക്കെ. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് അല്ലേ? എന്താ തെറ്റ് വന്നാക്കണ അവിടെ? ഇടവപ്പാതിയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട മഴക്കാലം ഏതാ? കാലവർഷമാണ് അല്ലെ? അല്ലെങ്കിൽ ഇടവപ്പാതി എന്നാണ് പറയുന്നത്. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആദ്യത്തെ പ്രസ്താവന, കേരളം ഉൾപ്പെടുന്നത് ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയിലാണ്. കേരളം ഉൾപ്പെടുന്നത് ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയിലാണ്. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. രണ്ടാമത്തെ പ്രസ്താവനയാണ് കേട്ടോ. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് നവംബർ ഫെബ്രുവരി മാസങ്ങളിലാണ്. നവംബർ ഫെബ്രുവരി മാസങ്ങളിലാണ്. മൂന്നാമത്തെ പ്രസ്താവന, ശൈത്യകാലത്തിൽ കേരളത്തിൽ 50 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കാറുണ്ട്. ഏതാണ് തെറ്റ്? 2 ഉം 3 ഉം. 2 ഉം 3 ഉം തെറ്റാണ്. 2 ഉം 3 ഉം തെറ്റ്. ശരിയാണ്, 2 ഉം 3 ഉം തെറ്റാണ്. ഓക്കെ. ശൈത്യകാലം എപ്പോഴാണ് അനുഭവപ്പെടുന്നത്? അപ്പോ ഡിസംബർ ടു ഫെബ്രുവരി. പിന്നെ ഇത്രയും പറയുന്ന ഈ ഒരു അളവില് ശൈത്യകാലത്ത് മഴ ലഭിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ അതും തെറ്റാണ്. ഇനി നെക്സ്റ്റ് കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലാവസ്ഥയിലാണ്? ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ മൺസൂൺ. ഓപ്ഷൻ ബി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ.
തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഓപ്ഷൻ സി വടക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാണ് ആൻസർ? ഓപ്ഷൻ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രസ്താവനകള് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യത്തെ പ്രസ്താവന എഴുതുക. ഒക്ടോബർ മുതൽ നവംബർ വരെയാണ്. ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത്. ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത്. ഇനി രണ്ടാമത്തേത്, ഇടവപ്പാതി കാലവർഷം എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ്. ഇടവപ്പാതി കാലവർഷം എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ്. ഓപ്ഷൻ എ കേട്ടോ. ഓപ്ഷൻ എ 1 ശരി 2 തെറ്റ്. 1 ശരി 2 തെറ്റ്. ഓപ്ഷൻ ബി 1 തെറ്റ് 2 ശരി. ഓപ്ഷൻ ബി 1 തെറ്റ് 2 ശരി. ഓപ്ഷൻ സി 1 2 ശരി. ഓപ്ഷൻ സി 1 2 ശരി. ഓപ്ഷൻ ഡി 1 2 തെറ്റ്. 1 2 തെറ്റ്. ഏതാ വരിക? 1 തെറ്റ് 2 ശരി. 1 തെറ്റ് 2 ശരി. ഓക്കെ. ഇനി ഇതിന് ഞാൻ ഓപ്ഷൻ തരില്ല, നിങ്ങൾ എഴുതണം കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജൂലൈ. ജൂലൈ. ഓക്കെ. ഇനി ഇതിന്റെ ആൻസർ നിങ്ങൾ എഴുതണം, ഓപ്ഷൻ തരില്ല. വേനൽക്കാലത്ത് കേരളത്തിൽ ലഭിക്കുന്ന ശരാശരി മഴയുടെ അളവ് 40 സെന്റിമീറ്റർ. 40 സെന്റിമീറ്റർ. 40 സെന്റിമീറ്റർ. കേട്ടോ. 40 സെന്റിമീറ്റർ ആണ് വേനൽക്കാലത്ത് കേരളത്തിൽ ലഭിക്കുന്ന ശരാശരി മഴയുടെ അളവ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണല്ലേ? ഓക്കെ. ഒരാളെന്നൊന്ന് പറയോ? ആരാ പറയാ? ശൈത്യകാലം പറയണം, വേനൽക്കാലം പറയണം, വടക്കു പടിഞ്ഞാറൻ പറയണം, അല്ല വടക്ക് കിഴക്കൻ പറയണം, തെക്ക് പടിഞ്ഞാറൻ പറയണം. മോനിഷ മോനിഷ പറയോ? ആതിര ആരും മിണ്ടുന്നില്ലല്ലോ ചോദിച്ചിട്ട്. രേവതി രേവതി ആരാ പറയാ? 4 കാര്യങ്ങളും ഒന്ന് പറഞ്ഞേ. കേരളത്തിന്റെ കാലാവസ്ഥയെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. ആ ഫസ്റ്റ് 1 ശൈത്യകാലം ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെ.
സെക്കൻഡ് വൺ വേനൽക്കാലം മാർച്ച് തൊട്ട് മെയ് വരെ. തേർഡ് വൺ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ. ഫോർത്ത് വൺ വടക്കു കിഴക്കൻ മൺസൂൺ ഒക്ടോബർ മുതൽ നവംബർ വരെ. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥ മേഖല എന്ന് പറയുന്നത് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് നേര്യമംഗലം, എറണാകുളം ജില്ലയിലെ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ചിന്നാർ, ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരവുമാണ്. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എന്ന് പറയുന്നത് 300 സെന്റിമീറ്റർ. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത് അറബി പദത്തിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം എന്ന് പറയുന്നത് ജൂലൈയും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ജനുവരിയിലുമാണ്. കേരളത്തിന്റെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ചുരം പാലക്കാട് ചുരം. വേനൽക്കാലത്ത് പെയ്യുന്ന മഴ അറിയപ്പെടുന്നത് മാംഗോ ഷവർ. മാങ്ങകൾ പാകമാകുന്നതിന് സഹായിക്കുന്നതിലാണ് മാംഗോ ഷവർ എന്ന പേര് വന്നിരിക്കുന്നത്. വേനൽക്കാലത്ത് ലഭിക്കുന്ന മഴയുടെ അളവ് എന്ന് പറയുന്നത് 40 സെന്റിമീറ്ററും. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം പുനലൂർ, കൊല്ലം. ചൂട് അനുഭവപ്പെടുന്ന ജില്ല എന്ന് പറയുന്നത് പാലക്കാട്. പ്രദേശം എന്ന് പറയുന്നത് ചിറ്റൂര്. കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. അതിന് മുന്നറിയിപ്പ് നൽകുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇടവപ്പാതി എന്നും കാലവർഷം എന്നും അറിയപ്പെടുന്നു. ഈ സമയത്ത് ലഭിക്കുന്ന മഴയുടെ ശരാശരി അളവ് എന്ന് പറയുന്നത് 200 സെന്റിമീറ്റർ ആണ്. വടക്കു കിഴക്കൻ മൺസൂൺ തുലാവർഷം എന്ന് അറിയപ്പെടുന്നു. ആ സമയത്ത് ലഭിക്കുന്ന മഴയുടെ അളവ് 50 സെന്റിമീറ്റർ ആണ്. വടക്കു കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴയാണ് കാണാൻ സാധിക്കുന്നത്. ഒക്ടോബർ ചൂട് എന്ന് അറിയപ്പെടുന്നതും വടക്കു കിഴക്കൻ മൺസൂൺ തന്നെയാണ്. ഇത്രേ ഉള്ളൂ. അല്ലേ? വെരി ഗുഡ്, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് വനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ആണ് കേട്ടോ. കേരളം വനങ്ങൾ. ഓക്കെ, ഹെഡിങ് എഴുതിയോ? കേരളം വനങ്ങൾ. ഓക്കെ, അപ്പൊ കേരളത്തിന്റെ വനം നമ്മൾ പറയുമ്പോൾ ആദ്യം എടുത്ത് പറയേണ്ട കാര്യം ഇതായിരിക്കും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല ഇടുക്കി ജില്ല. ഇടുക്കിയാണ് അല്ലെ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനം ഉള്ള ജില്ലയാണ് എന്ത്? ഇടുക്കി എന്നത്. അടിസ്ഥാനത്തിൽ വയനാടല്ലേ വരുന്നത്? എന്താ? ശതമാനം അടിസ്ഥാനത്തിൽ വയനാടല്ലേ വരുന്നത്? ശതമാനം പെർസെന്റേജ് അടിസ്ഥാനത്തിൽ വയനാടാണ്. പക്ഷെ കൂടുതലായിട്ട് നോക്കുമ്പോൾ ഇടുക്കിയാണ് കേട്ടോ. പെർസെന്റേജ് എന്ന് പറയുമ്പോഴാണ് ആ ഒരു ഏരിയയിൽ എന്താ പറയാ ഏറ്റവും കൂടുതലുള്ളതിനെ എന്താ പറയാ നമ്മൾ പെർസെന്റേജ് കണക്കാക്കുക അല്ലെ? അപ്പൊ പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ വയനാടും അതർവൈസ് അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇടുക്കിയുമാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല ഇടുക്കിയാണ്. എന്നാല് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല വയനാടാണ്. ഓക്കെ, ശതമാനം ചോദിക്കുമ്പോൾ എന്ത് പറയണം? വയനാട് പറയണം. ഏറ്റവും കൂടുതൽ ചോദിക്കുമ്പോൾ ഇടുക്കിയും പറയണം കേട്ടോ. ഇനി റിസർവ് വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതായിരിക്കും? പത്തനംതിട്ട. പത്തനംതിട്ടയാണ് റിസർവ് വനങ്ങൾ കൂടുതലുള്ള ജില്ല. ഇനി റിസർവ് വനങ്ങൾ ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ. ഏതാ? ആലപ്പുഴ. ആലപ്പുഴ റിസർവ് വനം എന്ന് പറഞ്ഞാല് എന്താണ്? റിസർവ് വനം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള നമ്മളെ, അതായത് വളരെ കുറവാണ് അവിടെ റിസർവ് ചെയ്തിരിക്കുന്ന എന്ന് പറയുന്നത്. വനത്തിന്റെ ആ ഒരു ഇത് വളരെ കുറവാണ് അവിടെ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല
കണ്ണൂര്. കണ്ണൂര്. ഓക്കെ, കണ്ടൽ കാടുകളുള്ള ജില്ല കണ്ണൂര്. അപ്പൊ നമ്മളിപ്പോ എത്ര ക്വസ്റ്റ്യൻ പറഞ്ഞു? 5 ക്വസ്റ്റ്യൻ പറഞ്ഞു അല്ലെ? വനമുള്ള ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ? ഇടുക്കി. ശതമാന അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഏതാ? വയനാട്. ആ, പിന്നെ റിസർവ് വനങ്ങൾ കൂടുതലുള്ള ജില്ല പത്തനംതിട്ട. റിസർവ് വനങ്ങൾ ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂര്. ഓക്കെ. ഇനി കുറച്ച് ഇയറുകളാണ് കേട്ടോ. ഫസ്റ്റ് റിസർവ് വനം കോന്നി. കുറച്ച് ഇയറുകളാണ് പറയാൻ പോകുന്നത്. കേരള വന നിയമം എന്നാ വന്നതെന്ന് അറിയാമോ? 1961. 1961 കേരള വന നിയമം വന്നത്. ഇനി തിരുവിതാംകൂർ വന നിയമം എന്നായിരിക്കും? തിരുവിതാംകൂർ. അപ്പൊ നമുക്ക് കുറച്ച് ബാക്കോട്ട് പോകണം കേട്ടോ, കുറച്ച് ബാക്കോട്ട് പോകണം. തിരുവിതാംകൂർ വന നിയമം എന്ന് പറയുമ്പോൾ 1887. ഓക്കെ, 1887. 1887. ഓക്കെ. നെക്സ്റ്റ് കേരള വന സംരക്ഷണ നിയമം എന്നാ വന്നത്? 1986. 1986. ഇനി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് എന്നാ രൂപീകരിച്ചേ? അറിയാമോ? സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അല്ല, 2005 കേട്ടോ. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ചത് 2005. അപ്പൊ 1961 പ്രത്യേകത എന്തായിരുന്നു? നിലവിൽ വന്നത് 1986 ആണെങ്കിലോ? കേരള വന സംരക്ഷണ നിയമം. ഇനി 2005 പ്രത്യേകത എന്താ? ജൈവ വൈവിധ്യ ബോർഡ് സ്ഥാപിച്ചത്. ഓക്കെ. 1961 ആണെങ്കിലോ? കേരള വന നിയമം. കേരള വന നിയമം. ഓക്കെ. ഇനി നമുക്ക് കേരളത്തിലെ വനങ്ങളെ പ്രധാനമായിട്ടും 6 രീതിയിൽ നമുക്ക് തിരിക്കാൻ പറ്റും, 6 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? കേരളത്തിലെ വനങ്ങൾ 6 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 6 പേരിലാണ് അറിയപ്പെടുക. ഉഷ്ണമേഖല, ഇലപൊഴിയും കാടുകൾ. ഉഷ്ണമേഖല, ഇലപൊഴിയും കാടുകൾ. പിന്നെ മിതോഷ്ണമേഖല, അടുത്ത എന്താ? അവരെന്നെ അറിയുള്ളൂ. അതായത് എന്താ? നിത്യഹരിത വനങ്ങൾ. അതെ അതെ. ആദ്യത്തേതെന്ന് പറയുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് കേട്ടോ. ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങള്. അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? നിത്യഹരിത വനങ്ങൾ എന്നാ പറയാ. എവർ ഗ്രീൻ ഫോറസ്റ്റ് എന്നും കൂടി അറിയപ്പെടും. എന്തായിരിക്കും പ്രത്യേകത? നിത്യഹരിതമാണ്. അപ്പൊ എന്തായിരിക്കും നിത്യഹരിതം എന്ന് പറഞ്ഞാല്? എപ്പോഴും മുഴുവൻ സമയവും പച്ചപ്പ് ഉണ്ടാവും. ഓക്കെ, മുഴുവൻ സമയവും പച്ചപ്പ് നിലനിർത്തുന്ന പ്രദേശങ്ങളാണെന്ത്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഓക്കെ, നിത്യഹരിതം എന്ന് പറയുമ്പോ എന്താ? സദാസമയം എന്താണ്? ഒരുപോലെ, എപ്പോഴും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് എന്ത്? നിത്യഹരിതം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിത്യഹരിതം ഇവിടെ ഉദ്ദേശിക്കുന്നത് എപ്പോഴും പച്ചപ്പ് നിലനിർത്തുന്ന വനങ്ങളാണെന്ത്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഓക്കെ. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്താ? രണ്ടാമത്തെ കാറ്റഗറി എന്താ പറയുക? ഉഷ്ണമേഖല, ഇലപൊഴിയും കാടുകൾ. ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ.
ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങളാണ്. അപ്പൊ എന്താ ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും? അർദ്ധ നിത്യഹരിതം എന്നാണല്ലോ പറയുന്നത്, പകുതി അല്ലെ? ആ, അതായത് പകുതി എന്താണ് നിത്യഹരിത വനങ്ങളുടെ സ്വഭാവം ഉണ്ടാവും. അതായത് പച്ചപ്പ് ഉണ്ടാകും, പച്ചപ്പ് നിലനിർത്തിക്കൊണ്ട് പോകും, പക്ഷെ എന്താണ് ഫുൾ ആയിട്ടല്ല. അതാണ് അവിടെ അർദ്ധ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പകുതി മാത്രമേ ഉള്ളൂ. പകുതി സ്വഭാവ സവിശേഷത എന്ന് പറഞ്ഞാല് ഇല പൊഴിയും വനങ്ങളുമാണ് കേട്ടോ. ഇല പൊഴിയും, അതായത് മറ്റേത് നമ്മൾ ആദ്യത്തെ കാറ്റഗറി പറഞ്ഞപ്പോ എന്താണ് മൊത്തം, അതായത് എപ്പോഴും പച്ചപ്പായിരിക്കുള്ളൂ, പൊഴിയുന്നൊന്നും ഉണ്ടാവില്ല ഇലകളൊന്നും കേട്ടോ. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുമ്പോഴാണ് നിത്യഹരിത വനങ്ങളുടെ പ്രത്യേകതകൾ ഉണ്ടാകും, പകുതി അത് ഉണ്ടാകും. പകുതി എന്ന് പറഞ്ഞാല് ഇല പൊഴിയും വനങ്ങളും എന്താണ് ഇവിടുത്തെ പ്രത്യേകതയാണ്. രണ്ടും എന്താ പറയാ ഈക്വൽ ആയിട്ട് കൊണ്ടുപോകുന്ന കാറ്റഗറിയാണ് ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ. ഓക്കെ, അപ്പൊ ആദ്യത്തേത് എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? നിത്യഹരിത വനങ്ങൾ. അതിന്റെ പ്രത്യേകത എന്താ? എല്ലായ്പ്പോഴും പച്ചപ്പോടുകൂടിയിരിക്കുന്ന എപ്പോഴും പച്ചപ്പ് നിലനിർത്തിക്കൊണ്ടു പോകുന്നത് അല്ലെ. ഇനി ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങളാണെങ്കിലോ പകുതി സമയത്ത് നിത്യഹരിതവും പകുതി സമയത്ത് ഇല പൊഴിയലും. അതായത് നിത്യഹരിത വനങ്ങളുടെ പ്രത്യേകത, അതായത് ആ ഒരു സവിശേഷതയുണ്ട്. പിന്നെ എന്താണ് ഇലപൊഴിയും വനങ്ങളുടെ സവിശേഷതയും ഉണ്ട്. രണ്ടും കൂടി എന്താണ്, അപ്പൊ അതായത് ഈക്വൽ ആയിട്ട് പകുതി പകുതിയായിട്ട് എന്ത് ചെയ്യുന്നു പോകുന്നതാണ് രണ്ടാമത്തെ കാറ്റഗറി. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്തായിരിക്കും? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഉഷ്ണമേഖല ഇലപൊഴിയും ആർദ്രവനങ്ങൾ കേട്ടോ. ആർദ്രവനങ്ങളാണ് ഇതിന്റെ പ്രത്യേകത. മഴ കുറവുള്ള പ്രദേശങ്ങളിലും ഉഷ്ണമേഖല ഇലപൊഴിയും ആർദ്രവനങ്ങൾ കാണപ്പെടുന്നു. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നു എന്നാ പറയുക. അതായത് മഴ കുറവുള്ള പ്രദേശങ്ങളിലാണ് എന്ത് ഈ ആർദ്രവനങ്ങള് കൂടുതലായിട്ട് കാണപ്പെടുക. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ ഒരു ഉഷ്ണമേഖല ഇലപൊഴിയും ആർദ്രവനങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ചോലവനങ്ങൾ. എന്തായിരിക്കും ചോലവനങ്ങള്? ചോലവനങ്ങൾ എന്താണ്? വലിയ മരങ്ങളാണോ? അതെ, വലിയ മരങ്ങൾ, ഒരേ പൊക്കത്തിലുള്ള വലിയ മരങ്ങൾ കാണപ്പെടുന്ന മേഖലയാണിത് ചോലവനങ്ങൾ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഒരേ പൊക്കത്തിലുള്ള മരങ്ങളായിരിക്കും അവിടെ കാണപ്പെടുക, പൊക്കം കൂടുതൽ ഉണ്ടാവും കേട്ടോ. ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് എന്ത് ചോലവനങ്ങൾ. സാധാരണയായിട്ട് മലമടക്കുകളിലാണ് ചോലവനങ്ങള് ഉണ്ടാവാറുള്ളത്. അപ്പോ സാധാരണയായിട്ട് എവിടെ ഉണ്ടാവാം? മലമടക്കിലാണ് ചോലവനങ്ങള് ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം അല്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. റെഡിയാണോ? ഓക്കെ. ബുക്ക് ഒന്നും നോക്കാൻ പാടില്ല കേട്ടോ ആരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗം എഴുതാനല്ലേ, പറയാനല്ലല്ലോ? അല്ലല്ല, എഴുതാനാണ് കേട്ടോ. ആൻസർ മാത്രം എഴുതിയാൽ മതി. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. മലനാടിന്റെ ഹൈറ്റ് എഴുതുക എത്രയാണെന്ന് കേട്ടോ. മലനാടിന്റെ ഹൈറ്റ് എത്രയാ വരുന്നത്?
കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? ഇനി ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം. എഴുതിയോ? എഴുതി. കേരളത്തിന്റെ ആകെ കടൽ തീരം എത്രയാണെന്ന് വെച്ചാൽ കേരളത്തിന്റെ ആകെ കടൽ തീരം എത്ര ക്വസ്റ്റ്യൻ ആയി? 5. കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച്. അടുത്തത് കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ചെറായി ബീച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ചെറായി ബീച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? അടുത്തത് സംഘകാലഘട്ടത്തിൽ കൃഷിഭൂമിയെ പറയുന്ന പേര്. സംഘകാലഘട്ടത്തിൽ കൃഷിഭൂമിയെ പറയുന്ന പേര്. എത്ര ക്വസ്റ്റ്യൻ ആയി ഇപ്പോ? 10 ആയോ? 10. അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരിക? വയനാട്. വയനാട് അല്ലേ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് എന്ത്? വയനാട്. ഇനി രണ്ടാമത്തേത് 75 മീറ്റർ കൂടുതൽ. എന്താ? 75 മീറ്ററിന് മുകളിൽ. 75 മീറ്റർ കൂടുതൽ. മുകളിലാണ് എന്ത്? മലനാട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ്
ഇടനാടിൽ 42%. ഇടനാട് കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 42%. ഓക്കെ, ഇനി നെക്സ്റ്റ്. ചെങ്കൽമണ്ണ്. എന്താ? ഇടനാട്ടിൽ കാണപ്പെടുന്ന മണ്ണിനം. മണ്ണിനം, ലാറ്ററൈറ്റ് മണ്ണ് അല്ലേ? ഓക്കെ. പിന്നെ 580 കിലോമീറ്റർ. 580 കിലോമീറ്റർ. തീരദൈർഘ്യം 580 കിലോമീറ്റർ. ഓക്കെ, പിന്നെ മലബാർ തീരം. കൊങ്കൺ തീരം. മലബാർ തീരം. കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ്? മലബാർ തീരസമതല. ഓക്കെ, നെക്സ്റ്റ്. ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. അതേതാ? ഭിന്നശേഷി സൗഹൃദ ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. എല്ലാവരും ശരിയായോ? ശരിയായി. ഓക്കെ, അടുത്തത്. തൃശ്ശൂർ. ഇല്ലാത്ത കോർപ്പറേഷൻ ആണ് എന്ത്? തൃശ്ശൂർ. ഇനി നെക്സ്റ്റ്. എറണാകുളം. റായ് ബീച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ? എറണാകുളം ജില്ലയിലാണ് കേട്ടോ. ഇനി അടുത്തത്. സംഘകാലത്ത് കൃഷിഭൂമി അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് കഴിഞ്ഞല്ലേ? എല്ലാവരുടെയും 10 ശരിയായോ? ശരി. 10 കിട്ടാത്തവരാരൊക്കെയാ? ഒരെണ്ണം തെറ്റി. അതെ, എന്തോ പറ്റി ഷിജിൻ വർഗീസ്? ഏത് തെറ്റിപ്പോയി? രണ്ടാമത്തേതോ? 8? 8 മാർക്ക്. ഓക്കെ. മലബാർ തീരം തെറ്റിപ്പോയി അല്ലേ? സാറിൽ ഒന്നും കൂടെ ഒന്ന് നോക്കിയാൽ കേട്ടോ. ഇനി വേറെ ആരാ പറഞ്ഞേ? 9 മാർക്ക്. 8 മാർക്ക്. 8 കുറവ് മാർക്കില്ലല്ലോ. എല്ലാവർക്കും ഇല്ലേ? 8എങ്കിലും ഇല്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്, പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ആദ്യം എന്താ പഠിച്ചിരുന്നേ? കാലാവസ്ഥ. അത് കഴിഞ്ഞ് അപ്പൊ 4 തരം കാലാവസ്ഥകളെ കുറിച്ച് പഠിച്ചു അല്ലേ? ഏതൊക്കെയാ? ശൈത്യം പഠിച്ചു, അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ, വടക്ക് കിഴക്ക്. പിന്നെ നമ്മള് വനം പഠിച്ചു അല്ലെ? വനം പഠിക്കുമ്പോൾ കേരളത്തിലെ കുറച്ച് കാര്യങ്ങൾ നമ്മള് ബേസിക് ആയിട്ട് പറഞ്ഞു. അതുകൂടാതെ കേരളത്തിലെ വനങ്ങൾ എത്രയായിട്ടാ തിരിച്ചിരിക്കുന്നത്? 6 അല്ലേ? ഏതൊക്കെയാ അതൊന്ന് പറഞ്ഞേ. എഴുതിയെടുത്തിട്ടുണ്ടോ? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല ഇടപഴിയ ആർദ്ര വനങ്ങൾ, ചോല വനങ്ങൾ. അത്രേ ഉള്ളോ? 6 6 ഉണ്ടായിരുന്നേ? 4 പറഞ്ഞുള്ളൂ. ഇത്രയും പറഞ്ഞുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എന്ത് ചെയ്യാം? ഇതൊക്കെ പഠിച്ചിട്ട് വരിക കേട്ടോ. വനങ്ങള് വിട്ട് കളയരുത്. വനങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി പഠിക്കണം. നിത്യഹരിത വനങ്ങൾ എങ്ങനെയാണ്? ചോലവനങ്ങൾ. ചോലവനങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ. എന്താ ചോലവനങ്ങളുടെ പ്രത്യേകത? ഒരേ കൂടിയ മരങ്ങൾ, പൊക്കത്തിലുള്ള വനങ്ങൾ. നിത്യഹരിത വനങ്ങളാണെങ്കിലോ നിത്യഹരിത അല്ലെ? എപ്പോഴും പച്ചപ്പ്. ഇനി അർദ്ധ നിത്യഹരിതമാണെങ്കിലോ മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനാ കേട്ടോ. താങ്ക് യു. താങ്ക് യു.